ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പിറ്റ് ബേബി സീസൺ 2 5-ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് പീറ്റിൻ്റെ വീട്ടിലേക്ക് കിമ്മും കെൻഡയും ബേബിയും ചാർലിയും കൂടെ വന്നേക്കുന്നതാണ്. കാരണം ഇപ്പോൾ അവർ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലെ ടോണിക്കാണെങ്കിൽ ഒരു ലാബ് ഉണ്ടെന്നും അയാളും ഇതുപോലെ മരുന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണെന്നും. എന്നിട്ട് നമ്മുടെ ജെഫിന് വന്ന ഫ്യൂച്ചറിൽ ആ ഒരു പവർ കാരണം അവൻ കണ്ടുപിടിച്ചു അയാൾ അതിലൂടെ ആൾക്കാർക്ക് പവർ കൂട്ടാനുള്ള മരുന്നാണ് കണ്ടുപിടിക്കുന്നതെന്ന്. അങ്ങനെ അതിൻ്റെ ഒരു ഡിസ്കഷനാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അതിലൂടെ അപ്പോൾ ചാർലി പറയുന്നുണ്ട് അയാളങ്ങനെ ഓൾറെഡി പവറുള്ളവരുടെ പവർ കൂട്ടാൻ ശ്രമിക്കുന്നതാവാൻ ചാൻസ് ഇല്ല. മിക്കവാറും പവറില്ലാത്ത സാധാരണക്കാരായ ആൾക്കാരെ ഇതേപോലെ പവറുള്ള ആൽഫാസാക്കി മാറ്റാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട്. ആ സമയം ബേബിയാണെങ്കിൽ അയാൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് കിട്ടാനാണ് അയാൾക്ക്, അയാൾ എന്തിനായിരിക്കും അങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ആ ടൈമിൽ ചാർലി ജെഫ് കണ്ട ആ ഒരു ഫ്യൂച്ചർ വെച്ച് മാത്രം നമുക്കിപ്പോൾ കറക്റ്റ് പറയാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട്. പീറ്റ സമയം അയാൾ ശരിക്കും അതേപോലെ ഒത്തിരി പവറുള്ള ആൾക്കാരെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അവരെ ക്രിയേറ്റ് ചെയ്ത ആളും അയാളാവും, അവരെ കൺട്രോൾ ചെയ്യാൻ പോകുന്നതും അയാളാവും. എങ്കിൽ അയാളുടെ കയ്യിൽ മൊത്തം പവർ വരും. ടോണീനെ അങ്ങനെ ജയിക്കാനായിട്ട് നമ്മൾ സമ്മതിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ബേബിയാണെങ്കിൽ പീറ്റ് നിനക്കൊരു കാര്യം ചെയ്യാൻ പറ്റുമോ, എന്തായാലും ടോണിക്ക് ഇതിൻ്റെ മരുന്ന് കണ്ടുപിടിക്കണമല്ലോ, അപ്പോൾ ആ മരുന്ന് കണ്ടുപിടിക്കാനായിട്ട് ഓർഡർ ചെയ്യുന്ന കെമിക്കൽസ്, ആ കെമിക്കൽസിൻ്റെ ആ ഒരു ഇൻഫർമേഷൻ എല്ലാം കണ്ടുപിടിച്ചിട്ട് അത് വെച്ച് ടോണി എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ. ജെഫ് കണ്ട അവൻ്റെ ഫ്യൂച്ചറിൽ ടോണിക്ക് ഒരു ലാബ് ഉണ്ട്, അവിടെ വെച്ചാണ് ഈ ടെസ്റ്റൊക്കെ ചെയ്യുന്നതെന്ന് അവൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇത്രയും വലിയൊരു ലാബ് ഉണ്ടെങ്കിൽ അതെന്തായാലും എപ്പോഴെങ്കിലും പുറത്ത് വരേണ്ടല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം കെൻഡ പറയുന്നുണ്ട് ടോണി അങ്ങനെ ആൾക്കാർക്ക് കാണത്തക്ക വിധത്തിൽ ഒരിടത്തും ഒരു ഇതും വെക്കാൻ ചാൻസ് ഇല്ല, മിക്കവാറും വല്ല ഒഴിഞ്ഞ വല്ല ബിൽഡിങ്ങോ സംഭവങ്ങളോ അങ്ങനെ എന്തെങ്കിലും ആവാനേ ചാൻസ് ഉള്ളൂ, അവിടെ ആയിരിക്കും അയാളുടെ ലാബെന്ന് പറയുന്നുണ്ട്. ആ സമയം ബേബിയാണെങ്കിൽ അതെങ്ങനെ കണ്ടുപിടിക്കാനാണ്, ടോണിക്ക് തന്നെ സ്വന്തമായിട്ട് ഇഷ്ടംപോലെ ബിൽഡിങ്സും സംഭവങ്ങളും എല്ലാം ഉണ്ട്, അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ പോയി എങ്ങനെ കയറി കണ്ടുപിടിക്കും, അത് നടക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം എൻ്റെ ആണെങ്കിൽ പീറ്റിൻ്റെ അടുത്ത് പീറ്റ് നീയാണെങ്കിൽ ആ കെമിക്കൽസൊക്കെ ടോണി വാങ്ങുന്നതിന് ഇൻഫർമേഷൻ കിട്ടുവാണെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ട് എനിക്കൊന്ന് ടോണി എവിടെ ഉണ്ടെന്ന് ഞാൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയം പക്ഷേ കിമ്മാണെങ്കിൽ എൻ്റെ അടുത്ത് വേണ്ട നീ ചെയ്യണ്ട, നീ ഇപ്പം തന്നെ ടോണിയുടെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ട് വന്നതാണ്, അപ്പം നീ വീണ്ടും ടോണിയുടെ കണ്ണിൽ പെട്ടാൽ ശരിയാവത്തില്ല, നീ പുറത്തിറങ്ങണ്ടെന്ന് പറയുന്നുണ്ട്. എന്നൊക്കെ എൻ്റെ ആണെങ്കിൽ എല്ലാവരെക്കാളും ഏറ്റവും നന്നായിട്ട് ടോണിനെ അറിയാമെന്നുള്ള എനിക്കാണ്, ഞാൻ തന്നെ ഇത് ചെയ്ത് നോക്കാമെന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഇപ്പോൾ നോർത്തും റേസിങ്ങിൽ കയറിയതുകൊണ്ട് തന്നെ അവനിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട് അവനാണെങ്കിൽ നേരെ അലൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അലനപ്പോൾ നീ നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം നോർത്ത് ചോദിക്കുന്നുണ്ട് ഞാൻ ട്രെയിനിങ് ചെയ്യുന്ന കാണാനായിട്ട് സോണിക്ക് വരുമോ എന്ന്. ആ സമയം വരും, നീയാണെങ്കിൽ അവനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ നോർത്താണെങ്കിൽ അത് പിന്നെ അവനെ കാണുന്ന എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയം ജെഫ് അങ്ങോട്ടേക്ക് വന്നിട്ട് സോണിക്ക് മിക്കവാറും വന്നുകൊണ്ടിരിക്കുമായിരിക്കും, അവനൊന്ന് എത്തുമെന്ന് പറയുന്നുണ്ട്. ആ സമയമാണ് ബേബിയും ചാർലി അങ്ങോട്ടേക്ക് എത്തുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ചാർലി ആണെങ്കിൽ ബേബിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കയ്യിൽ മോതിരമൊക്കെ ഇട്ട് കൊടുത്തതുകൊണ്ട് തന്നെ അതൊക്കെ ഇവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയം അവരെല്ലാവരും പറയുന്നുണ്ട് ഇപ്പോൾ തന്നെ കല്യാണം കഴിക്കാനൊക്കെ. അങ്ങനെ അതും പറഞ്ഞ് അവരെയും കളിയാക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് സോണിക്ക് വരുന്നത്. സോണിക്ക് വന്നിട്ട് നിങ്ങളെല്ലാവരോടും ഉള്ള നന്നായി, അതാകുമ്പോൾ പിന്നെ ഗുഡ് ബൈ പറയാൻ എളുപ്പമായല്ലോ, ഞാൻ തിരിച്ച് പാരീസിലേക്ക് ചെല്ലുവാണെന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം അവരെല്ലാവരും നീ ഇപ്പോഴേ പോകുന്നത്, നോർത്താണെങ്കിൽ മത്സരിക്കാൻ നിൽക്കില്ലേ റേസിങ്ങിൽ, നീ അതും കൂടെ കണ്ടിട്ട് പോകാനൊക്കെ പറയുന്നുണ്ട്. ആ സമയം എനിക്ക് നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ ടൈം കൊണ്ട് തന്നെ നോർത്തിന് സോണിക്ക് തൻ്റെ കൂടെ ഉണ്ടാവത്തില്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ വിഷമത്തിലും ദേഷ്യത്തിലും ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പെട്ടെന്ന് പോയി കളയുന്നുണ്ട്. ബാക്കിയുള്ളവർക്ക് അത് മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വീണ്ടും നോർത്ത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ആ ഒരു ടൈമിന് അലനും സോണിക്കും സംസാരിക്കുകയാണ്. ആ സമയം അലനാണെങ്കിൽ സോണിക്കിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നിനക്ക് ആ ഒരു മത്സരം കഴിയുന്നവരെ നിന്നൂടെ, നീ വന്നതിന് ശേഷമാണ് നോർത്ത് ഇത്തിരിയെങ്കിലും ഒന്ന് ഇമ്പ്രൂവ് ആയി തുടങ്ങിയത്, നീ നിന്ന് കഴിഞ്ഞാൽ അവനെ കൊണ്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റും, കാരണം അവനെ കൊണ്ട് പറ്റുമെന്ന് അവൻ നിന്നെ ഒരാളെ പ്രൂവ് ചെയ്ത് കാണിക്കാനാണ് ശ്രമിക്കുന്നത്, അത് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയം സോണിക്കാണെങ്കിൽ എനിക്ക് നിൽക്കണമെന്നുണ്ട്, പക്ഷേ ഇതിപ്പോൾ ഞാൻ പോയാൽ പോലും അവനാണെങ്കിൽ ഈ മത്സരത്തിൽ എന്തായാലും പങ്കെടുക്കേണ്ടതല്ലേ, അപ്പോൾ പിന്നെ അതിൽ വ്യത്യാസമൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും അലനാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒത്തിരി വർഷമായിട്ട് ഒരുമിച്ചുള്ളവരാണ്, നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടമാണെന്നും എനിക്കും ബാക്കിയുള്ളവർക്കും അറിയാമെന്നുള്ളതാണ്, നിങ്ങൾ തന്നെ അങ്ങ് സെറ്റായിക്കോളൂ എന്ന് ഞങ്ങൾ വിചാരിച്ചതാണ്, പക്ഷേ ഇതിപ്പോൾ പോണ പോക്ക് കണ്ടിട്ട് ഒന്നും നടക്കുന്നില്ലല്ലോ, നിനക്ക് തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് തുറന്ന് പറഞ്ഞൂടെ, അവനൊരു പക്ഷേ നിൻ്റെ മൈൻഡിലുള്ള കാര്യത്തെക്കുറിച്ച് തീരെ ക്ലൂ ഉണ്ടായിരിക്കത്തില്ല, അപ്പോൾ പിന്നെ നീയെങ്കിലും പോയി പറയാനായിട്ട് പറയുമ്പോൾ സോണിക്കാണെങ്കിൽ മുമ്പ് ഞാനും അവനും സെറ്റാവുമെന്നും ഡേറ്റ് ചെയ്യുമെന്നും എനിക്ക് ഉറപ്പുണ്ടായിരുന്നതാണ്, പക്ഷേ ഇപ്പോൾ ഉള്ള കാര്യം കണ്ടിട്ട് അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാനങ്ങ് മൂവ് ഓൺ ആയാലോ എന്നാണ് വിചാരിക്കുന്നതെന്ന് പറയുന്നത്.
പറയുന്നുണ്ട്. അലൻ അപ്പോൾ നീ സീരിയസ് ആയിട്ടാണോ ചോദിക്കുമ്പോൾ സോണിക്കാണെങ്കിൽ അതെ, പിന്നെ മത്സരം കഴിയുന്നവരെ ഇവിടെ നിൽക്കാനായിട്ട് ഞാൻ ശ്രമിക്കാം, എനിക്കാണെങ്കിൽ പോകണമെന്ന് വലിയ താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. ഇതേസമയം നോർത്ത് ഇതെല്ലാം തന്നെ മറ്റൊരു സൈഡിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് പീറ്റിൻ്റെ ലാബാണ്. പീറ്റാണെങ്കിൽ ലാബിലേക്ക് വരുമ്പോൾ ക്രിസ് അവിടെ ഓൾറെഡി ഇരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ഇവരുടെ ഒരു ഇൻറ്റിമേറ്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ക്രിസിനെ കാണുമ്പോൾ പീറ്റിനാണെങ്കിൽ എങ്ങനെ ഒന്ന് അടുത്തോട്ട് പോയി സംസാരിച്ചു കഴിഞ്ഞാൽ അവൻ തിരിച്ചെൻ്റെ അടുത്ത് സംസാരിക്കുമോ എന്നൊരു രീതിയിൽ ടെൻഷനായി പതുക്കെ ചെന്ന് അവളെ കറങ്ങി നിൽക്കുന്നുണ്ട്. ക്രിസ് അത് കണ്ടിട്ട് എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ പീറ്റ് ക്രിസിൻ്റെ അടുത്ത് നിന്നിട്ട് അത് പിന്നെ ഞാനാണെങ്കിൽ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ ക്രിസ് ആണെങ്കിൽ എന്ത് നമ്മൾ ഇൻറ്റിമേറ്റ് ആയ കാര്യമാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പീറ്റാണെങ്കിൽ പതുക്കെ പറയും ആരെങ്കിലും കേൾക്കും, ആരെങ്കിലും കേട്ട് ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അവർ അപ്പോൾ നിന്നെക്കുറിച്ച് മോശം പറയുമെന്ന് പറയുന്നുണ്ട്. ആ സമയം ക്രിസ് എനിക്കത് കുഴപ്പമൊന്നുള്ള കാര്യമല്ല, നിങ്ങളുടെ ഇമേജിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം പീറ്റ് ഓക്കെ എന്നുള്ള രീതിയിൽ ഇരുന്നിട്ട് വീണ്ടും ആ ഇൻറ്റിമേറ്റ് ആയ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ക്രിസ് ഞാൻ അതിനെക്കുറിച്ച് വലുതായിട്ട് ആലോചിക്കുന്നില്ല, അത് ജസ്റ്റ് ഒരു ഫിസിക്കലായിട്ട് നടന്ന കാര്യം അത്രേ ഉള്ളൂ, അല്ലാതെ ഞാനതിനെ സീരിയസ് ആയിട്ടൊന്നും എടുക്കുന്നില്ല, ഞാനത് വിട്ട് കളയുന്നു അത്ര തന്നെ എന്ന് പറയുന്നുണ്ട്. ആ സമയം പീറ്റ് നിനക്ക് അങ്ങനെയാണെങ്കിൽ എനിക്കും ഓക്കെ അങ്ങനെയാണെന്ന് തന്നെ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നീട് പീറ്റ് സീരിയസ് ആയിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ടോണിയുടെ ലാബ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് എൻ്റെ ഒരു വഴിയുണ്ട്, അതായത് ടോണിയാണെങ്കിൽ ഈ മരുന്ന് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന കെമിക്കൽസ് അത് ഓർഡർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതുവഴി അയാളുടെ ലാബ് നമുക്ക് കണ്ടുപിടിച്ചാലോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ക്രിസ് അത് കേട്ടിട്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, അതിലപ്പോൾ എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരും, പക്ഷേ കുറച്ച് ടൈം എടുക്കും, ഒരു കാര്യം ചെയ്യാം നമ്മുടെ വർക്ക് ടൈം കഴിയട്ടെ, അതിനുശേഷം ഞാൻ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നിങ്ങളെ കോൾ ചെയ്ത് അറിയിക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയം പീറ്റും ഓക്കെ എന്നിങ്ങനെ പറയാണ്. പിന്നീട് കാണിക്കുന്ന ഗ്യാരേജാണ്. ഡീനിപ്പോൾ അവിടെ നിന്നിട്ട് ഒരു കാറിൽ എന്തോ സംഭവങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ ടൈമിന് അലൻ അങ്ങോട്ടേക്ക് വന്നിട്ട് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സ്പാനറൊക്കെ വാങ്ങുന്നുണ്ട്. എന്നാൽ ആ ടൈമിന് അലൻ്റെ കഴുത്ത് പെട്ടെന്ന് ഉളുക്കുന്നുണ്ട്. അങ്ങനെ ഡീനാണെങ്കിൽ അവനെ കൊണ്ട് മാറ്റി നിർത്തിയിട്ട് അലൻ്റെ അടുത്ത് ജെഫിനെ കിട്ടിയതിന് ശേഷം വന്ന് മര്യാദയ്ക്ക് പണിയെടുക്കാറൊന്നും ഇല്ലല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ അലനാണെങ്കിൽ അതൊന്നുമല്ല, അത് പിന്നെ ഞാൻ വർക്കൗട്ട് ചെയ്തിട്ട് കുറേ ദിവസമായി, വീണ്ടും വർക്കൗട്ട് ചെയ്ത് തുടങ്ങണമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ഡീനാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും എത്ര വയസ്സായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം അലൻ നീ തന്നെ കളിയാക്കാൻ നോക്കുകയാണെന്ന് ചോദിക്കുമ്പോൾ ഡീൻ അല്ലല്ല നിങ്ങളെക്കുറിച്ച് കെയർ ചെയ്യുന്നതുകൊണ്ട് ചോദിക്കുന്നതാ, നിങ്ങളിപ്പോൾ പോയി എന്തായാലും റെസ്റ്റ് എടുക്കുക, ഈ വണ്ടിയുടെ കാര്യമെല്ലാം ഞാനും ഇവിടെയുള്ള ബാക്കിയുള്ള മെക്കാനിക്കും കൂടെ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അലനെ അങ്ങ് പറഞ്ഞു വിടുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അന്ന് നൈറ്റായിരുന്നു ഇവരുടെ ആ ഒരു റേസിങ്ങിൻ്റെ ആ ഒരു സീസണിലെ അടുത്ത റേസ് നടക്കാൻ പോകുന്നത്, അതായത് മൂന്നാമത്തെ റേസ് നൈറ്റ് ടൈമാണ് നടക്കുന്നത്. കഴിഞ്ഞ 2 റേസും നമ്മൾ കണ്ടത് മോർണിംഗിൽ നടക്കുന്നതായിരുന്നു. അപ്പോൾ ഇപ്പോൾ നൈറ്റ് ടൈം ആയിട്ടുണ്ട്, ഓരോ റേസസിൻ്റെ കാറുകളെല്ലാം റെഡിയാണ്. അതേസമയം ബേബിനെ കാണിക്കുമ്പോൾ അവനോട് റേസിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൻ അങ്ങോട്ടേക്കൊന്ന് നടന്നു പോവാണ്. ആ ടൈമിൽ അവൻ്റെ ഓപ്പോസിറ്റ് വില്ലി വരുന്നുണ്ട്. വില്ലി വന്നിട്ട് ബേബിനെ തടഞ്ഞു നിർത്തുമ്പോൾ ബേബിയാണെങ്കിൽ നീ എന്താ എന്നെ ഫോളോ ചെയ്യുവാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. വില്ലി അപ്പോൾ അല്ല ഞാനിവിടെ ജസ്റ്റ് ബാത്റൂം യൂസ് ചെയ്യാനായിട്ട് വന്നതാ എന്നിങ്ങനെ പറഞ്ഞിട്ട് ബേബിയുടെ കയ്യിലേക്ക് നോക്കുകയാണ്. ആ സമയം ചാർലി ഇട്ട് കൊടുത്ത ഒരു മോതിരം കണ്ടിട്ട് അവൻ മോതിരമൊക്കെ ഇട്ടുവന്നല്ലേ, പക്ഷേ എൻഗേജ്മെൻറ്റൊക്കെ അല്ലേ കഴിഞ്ഞോളൂ, കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ, അപ്പം പിന്നെ എനിക്ക് നീയായിട്ട് ഫ്ലേർട്ട് ചെയ്യാമല്ലോ എന്ന് പറയുന്നുണ്ട്. ബേബി അപ്പോൾ ഇനിയെങ്കിലും ഒന്ന് മാറിയിരിക്കുക, നീ എന്തിനാ എൻ്റെ അടുത്ത് ഇടപെടുന്നതെന്ന് ചോദിക്കുമ്പോൾ വില്ലിയാണെങ്കിൽ അത് പിന്നെ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞല്ലേ, എനിക്ക് ചാല് തരുന്നതിനേക്കാൾ കൂടുതൽ നിനക്ക് തരാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ആ സമയം ബേബി ആണെങ്കിൽ നീ എനിക്ക് ഇനി എന്ത് കൂടുതൽ തരാനാണ് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും വില്ലിയാണെങ്കിൽ നീ എന്നെ ഡേറ്റ് ചെയ്ത് നോക്ക് അപ്പം നിനക്ക് മനസ്സിലാവും എന്ന് പറയുന്നുണ്ട്. ബേബി അപ്പോൾ പോകാനായിട്ട് തുടങ്ങുന്നുണ്ട്. എന്നാൽ വില്ലി പറയുന്നുണ്ട് ഞാനാണെങ്കിൽ നിനക്ക് 1ാം സ്ഥാനം തരാം, റേസിൽ ഞാൻ നിന്നെ ജയിപ്പിക്കാമെന്ന് പറയുന്നുണ്ട്. ബേബി അപ്പോൾ എനിക്ക് നിൻ്റെ ഹെൽപ്പിൻ്റെ ആവശ്യമില്ല, എനിക്ക് സ്വയം ജയിക്കാനായിട്ട് അറിയാമെന്ന് പറയുമ്പോഴത്തേക്കും വില്ലിയാണെങ്കിൽ നിനക്ക് റേസിൽ ചാർലീനെ മറികടന്ന് മുന്നിൽ വരാൻ പറ്റുമായിരിക്കും, പക്ഷേ എന്നെ മറികടന്ന് മുന്നിൽ വരാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം നിനക്ക് നന്നായിട്ട് അറിയാമായിരിക്കുമല്ലോ, അതുകൊണ്ട് നീ എന്നെ ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്ഥാനം, അതായത് 1ാമത്തെ സ്ഥാനം നിനക്ക് ഞാൻ വിട്ടുതരാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ബേബി ആണെങ്കിൽ വില്ലീനെ തള്ളി മാറ്റിയിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ റേസ് സ്റ്റാർട്ട് ആവുന്നുണ്ട്. റേസിൽ ഫസ്റ്റ് തന്നെ നമ്മുടെ ബേബിയും ചാർലിയും നോർത്തും എല്ലാവരും മുന്നിൽ നിന്ന് പോകുന്നുണ്ട്. വില്ലീനെ ഫ്രണ്ടിലോട്ട് കയറാൻ പോലും സമ്മതിക്കാത്ത രീതിയിൽ നോർത്തും ചാർലിയും നന്നായിട്ട് ബ്ലോക്ക് ചെയ്താണ് പോകുന്നത്. അങ്ങനെ കുറേ നേരം, അതായത് ഫൈനൽ എത്തുന്നതിൻ്റെ അടുത്ത് വരെ ആയിട്ട് ഇവരിങ്ങനെ പോകുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ വില്ലി അടിച്ച് കയറി ചാർലിനെയും നോർത്തിനെയും കടത്തി ബേബിയെ തൊട്ടടുത്തെത്തുന്നുണ്ട്. പിന്നെ ബേബിയും വില്ലിയും തമ്മിൽ നല്ല മത്സരം നടക്കുകയാണ്. അങ്ങനെ വില്ലി 1ാം സ്ഥാനത്ത് എത്തുന്നുണ്ട്. അങ്ങനെ വീണ്ടും റേസ് ഇങ്ങനെ കണ്ടിന്യൂ പൊക്കോണ്ടിരിക്കുമ്പോഴത്തേക്കും വില്ലി തന്നെ മുന്നിൽ നിന്ന് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. പക്ഷേ ലാസ്റ്റ് മിനിറ്റിൽ അവരെത്തുന്ന ടൈമിൽ പെട്ടെന്ന് ബേബി ആണെങ്കിൽ 1ാം സ്ഥാനത്ത് കയറി അവൻ ജയിക്കുന്നുണ്ട്. സെക്കൻഡ് വില്ലി വരുന്നുണ്ട്. അങ്ങനെ ബേബിയും ചാർലിയും നോർത്തും ഒക്കെ കാറും കൊണ്ട് നേരെ അലൻ്റെ ജെഫിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ആ സമയം സോണിക്ക് വന്നിട്ട് ബേബിയുടെ അടുത്ത് ബേബി നീ പൊളിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. നോർത്തിനോടും പറയുന്നുണ്ട്. എന്നാൽ നോർത്താണെങ്കിൽ സോണിക്ക് തന്നെ ഇട്ടിട്ട് പോവുകയാണല്ലോ എന്നൊരു ചിന്തയിൽ തന്നെ അവനിപ്പോൾ സോണിക്കിനോട് സംസാരിക്കാൻ താല്പര്യമില്ല. സോ അതുകൊണ്ട് തന്നെ അവൻ സോണിക്കിൻ്റെ അടുത്ത് ഓക്കെ താങ്ക്സ് എന്നുള്ള രീതിയിൽ കുറച്ച് റൂഡായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ടിരുന്ന ഡീനാണെങ്കിൽ എന്തോ പറ്റി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കായോ എന്ന് സോണിക്കിനോട് ചോദിക്കുകയാണ്. സോണിക്ക്
ഇല്ല, അവനെന്താ പറ്റിയെന്ന് എനിക്കറിയത്തില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അതേ ടൈമിൽ തന്നെ വില്ലിയും അവൻ്റെ കാർ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ബേബയാണെങ്കിൽ എന്തോ ദേഷ്യത്തിൽ നിൽക്കുമായിരുന്നു, എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. വില്ലിയെ കാണുന്നതും നേരെ അവൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് നീ എന്നെ മനഃപൂർവ്വം ജയിപ്പിച്ചല്ലേ, നീ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ വില്ലിയാണെങ്കിൽ ഞാൻ നിൻ്റെ അടുത്ത് കുറച്ച് മുന്നേ പറഞ്ഞല്ലേ ചാർലിക്ക് തരാൻ പറ്റാത്തതായിട്ടുള്ള റേസിൽ ആ 1ാം സ്ഥാനം എനിക്ക് തരാൻ പറ്റുമെന്ന്, അത് ഞാൻ നിനക്ക് തന്നു എന്ന് പറയുന്നുണ്ട്. ബേബെ അപ്പോൾ നിനക്ക് എന്തോ സ്പെഷ്യലായിട്ടുള്ള പവറില്ലേ, നീയും പവറുള്ള ഒരാളല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. വില്ലിയ സമയം എന്ത് പവർ, നീ എന്തിനെക്കുറിച്ച് പറയുന്നത്, എനിക്കറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. ബേബെ അപ്പോൾ അഭിനയിക്കേണ്ട, എനിക്ക് നന്നായിട്ടറിയാം നിനക്കും എന്തോ ഒരു പവർ ഉണ്ടെന്ന്. കാരണം അവസാന നിമിഷത്തിൽ നീ എന്തോ ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ മുന്നേ വന്നത്, ഇല്ലെങ്കിൽ നീ ജയിച്ചേനെ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ ടൈമിന് അങ്ങോട്ടേക്ക് ചാർലി വന്നിട്ട് നിങ്ങൾ എന്താ സംസാരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. വില്ലിയപ്പോൾ ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നേന്ന് പറഞ്ഞിട്ട് ചാർലിനെ ദേഷ്യം പിടിപ്പിക്കാനായിരിക്കും ബേബിയുടെ അടുത്ത് ഇങ്ങനെ ഫ്ലേർട്ട് ചെയ്യുന്ന പോലെ തന്നെ വില്ലി സംസാരിക്കുന്നുണ്ട്. ചാർലി ആണെങ്കിൽ ബേബിയുടെ അടുത്ത് വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അന്ന് നൈറ്റ് തന്നെ വർക്ക് കഴിഞ്ഞിട്ട് പീറ്റും ക്രിസും കൂടെ ആയിട്ട് പീറ്റിൻ്റെ വീട്ടിൽ നിന്ന് സംസാരിക്കുന്നുണ്ട്. അതായത് ക്രിസ് തൻ്റെ ഒരു ഫ്രണ്ടിനെ, അതായത് കെമിക്കൽസ് ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന തൻ്റെ ഒരു ഫ്രണ്ടിനെ ഇതുപോലെ ടോണി ഓർഡർ ചെയ്യുന്നതിൻ്റെ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ എന്തെങ്കിലും വിവരം കിട്ടുവാണെങ്കിൽ അത് പറയാമെന്ന് പറയുന്നുണ്ട്. ആ സമയം പീറ്റ് നിൻ്റെ ഫ്രണ്ടിനെ വിശ്വസിക്കാൻ പറ്റുമെന്ന് വയ്ക്കുമ്പോഴത്തേക്കും പറ്റും, അവനെ വിശ്വസിക്കാൻ പറ്റുന്നതാണ്, പക്ഷേ എന്നെ നീ എന്തിനിങ്ങനെ വിശ്വസിക്കുന്നു, ഞാൻ പുതിയതായിട്ട് വന്നൊരാളല്ലേ, അപ്പോൾ എൻ്റെ അടുത്ത് ഈ കാര്യങ്ങളെല്ലാം പറയുന്നതിൽ കുഴപ്പമില്ല എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പീറ്റാണെങ്കിൽ നമ്മൾ രണ്ടുപേരും ഒരേ ലക്ഷ്യത്തിലോട്ട് പോകുന്നവരല്ലേ, അപ്പോൾ പിന്നെ നിന്നെ വിശ്വസിക്കണമല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ക്രിസ് ആണെങ്കിൽ നിനക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നീ നിൻ്റെ പവർ യൂസ് ചെയ്ത് നോക്കാനായിട്ട് പറഞ്ഞുകൊണ്ട് പീറ്റിൻ്റെ കൈ പിടിച്ച് അവൻ്റെ കയ്യിലേക്ക് വെക്കുന്നുണ്ട്. പീറ്റിൻ്റെ പവർ നമ്മൾ മുന്നേ കണ്ടിട്ടുള്ളതാണ്, അതായത് ആരെങ്കിലും കള്ളത്തരമാണ് പറയുന്നതെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും കള്ളമാണോ സത്യമാണോ എന്നുള്ള സംഭവം. അതുകൊണ്ട് തന്നെ പീറ്റ് ഇപ്പോൾ അവൻ്റെ പവർ യൂസ് ചെയ്യുന്നുണ്ട്. അതിലൂടെ ക്രിസ് പറയുന്ന സത്യമാണെന്നും ക്രിസിനെ വിശ്വസിക്കാൻ പറ്റുമെന്നും അവന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ കൂളായിട്ടിരുന്ന് സംസാരിക്കുന്നുണ്ട്. പിന്നീട് അവരാണെങ്കിൽ അവിടെയുള്ള സ്വിമ്മിംഗ് പൂളിൽ വെച്ച് തന്നെ വീണ്ടും ഇൻറ്റിമേറ്റ് ആവുന്നുണ്ട്. അതൊക്കെ കഴിയുമ്പോൾ പീറ്റി ചോദിക്കുന്നുണ്ട് ഇപ്പം തന്നെ 2ാമത്തെ പ്രാവശ്യമാണ് നമ്മൾ ഇൻറ്റിമേറ്റ് ആവുന്നത്, അപ്പോൾ നമ്മൾ തമ്മിൽ എന്താണ് ഇപ്പോൾ ബന്ധം, നമ്മൾ ആരാണെങ്കിലും പരസ്പരം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ക്രിസ് ആണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, വർക്ക് ടൈമിൽ ഞാനും നീയും കൊളീഗ്സ് മാത്രമാണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലാത്ത ടൈമിന് വേണമെങ്കിൽ നമുക്ക് ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടിരിക്കാം, നിനക്ക് എന്താണോ പറയാൻ ഇഷ്ടം അതുപോലെ മതി, കാരണം എനിക്ക് എൻ്റെ ലൈഫിൽ ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ആഗ്രഹം, നിനക്കും അതുപോലെ ആയിരിക്കുമല്ലോ, ഇതുപോലത്തെ സംഭവങ്ങൾക്ക് അധികം ലോജിക്കൊക്കെ ഉണ്ടാവണമെന്നില്ല, എന്നാലും നമ്മുടെ സന്തോഷം എന്താണോ അതുപോലെ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അവർ രണ്ടുപേരും സോഫയിൽ ഒരുമിച്ച് ഉറങ്ങി കിടക്കുന്നതാണ്. ആ സമയം ക്രിസ് ആണെങ്കിൽ ഉറക്കം എഴുന്നേൽക്കുന്നുണ്ട്. എന്നിട്ട് പീറ്റിനെ എഴുന്നേൽപ്പിക്കാതെ പതുക്കെ ക്രിസ് എഴുന്നേറ്റ് ചെന്നിട്ട് നേരെ പീറ്റിൻ്റെ ലാപ്ടോപ്പ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നിട്ട് അത് ഓപ്പൺ ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തിനാണ് അത് ചെയ്യുന്നതെന്ന് അറിയത്തില്ല, എന്നാൽ പാസ്വേഡ് ഉള്ളതുകൊണ്ട് തന്നെ അവനെ കൊണ്ട് പറ്റുന്നില്ല. അങ്ങനെ എന്തൊക്കെയോ പാസ്വേഡ് അടിക്കുന്നുണ്ട്. ആ സമയമാണ് വേയുടെ ഒരു ഫോട്ടോ അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു, അതവൻ കാണുന്നത്. അങ്ങനെ വേയുടെ ബർത്ത്ഡേ ഡേറ്റ് അവൻ അടിച്ചു നോക്കുന്നുണ്ട്. വേയുടെ ബർത്ത്ഡേ ഡേറ്റ് എങ്ങനെ ഇവൻ അറിയാമെന്നൊന്നും അറിയത്തില്ല, എന്നാലും അത് അടിച്ചു നോക്കുമ്പോൾ അതായിരുന്നു പാസ്വേഡ്. അങ്ങനെ അവനത് ഓപ്പൺ ആക്കിയിട്ട് നോക്കുമ്പോഴത്തേക്കും ഏതൊക്കെയോ കുട്ടികളും ആ കുട്ടികളെക്കുറിച്ച് പറയുന്ന എന്തൊക്കെയോ ഡീറ്റെയിൽസും സംഭവങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതെല്ലാം തന്നെ എന്താണെന്ന് പറയുന്നില്ല. അങ്ങനെ അതെല്ലാം അവൻ നോക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം പീറ്റും കെൻറ്റയും കൂടെ ആയിട്ട് മീറ്റ് ചെയ്യുന്നതാണ്. ആ സമയം ഇതുപോലെ ടോണിക്ക് എന്തോ മരുന്ന് സപ്ലൈ ചെയ്യാനായിട്ട് വന്ന വാനിൽ നിന്ന് ഇവരെടുത്ത ആ ഒരു മരുന്നുണ്ടല്ലോ, അത് ഇപ്പോഴും അവരുടെ കയ്യിൽ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. സോ ആ ഒരു മരുന്ന് ഇതുപോലെ തന്നെ ആരെങ്കിലും കുറേ വാങ്ങിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ അന്വേഷിച്ചപ്പോഴത്തേക്കും CS കമ്പനി എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി അതിൻ്റെ ഒരു വലിയൊരു ലാർജ് എമൗണ്ട് തന്നെ ഒരു 2-3 മാസമായിട്ട് ഒരു സ്ഥലത്തേക്ക് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു കാര്യം ഇവ പറയുന്നുണ്ട്. അതൊരു പക്ഷേ ടോണിക്ക് വേണ്ടി കൊടുക്കുന്നതായിരിക്കും എന്ന് ഒരു ഡൗട്ട് ഇവർക്ക് വരുന്നുണ്ട്. അത് പറയുന്നതിൻ്റെ കൂടെ തന്നെ പീറ്റ് പറയുന്നുണ്ട് പക്ഷേ നീ എടുത്തു ചാടി ഒന്നും ചെയ്യാൻ നിൽക്കരുത്, കാരണം ആ ഇൻഫർമേഷൻ കറക്റ്റാണോ എന്ന് എനിക്കൊന്ന് ഉറപ്പിക്കാനുണ്ടെന്ന്. കെൻറ്റയും അപ്പോൾ ഓക്കെ എന്ന് തന്നെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ബേബേനും ചാർലിനെയാണ്. ബേബയാണെങ്കിൽ ഇപ്പോൾ ഉറക്കം എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും ചാർലി ആണെങ്കിൽ ഓൾറെഡി ട്രെയിനിങ്ങിന് എന്തോ പോകാനായിട്ട് റെഡിയായി നിൽക്കുമായിരുന്നു. ബേബെ അപ്പോൾ നീ എന്തായാലും രാവിലെ എഴുന്നേൽപ്പിക്കാത്തെ, പിന്നെ ഇന്നലെ രാത്രി നീ എന്നെ ഹഗ് ചെയ്ത് പോലുമല്ല കിടന്നുറങ്ങിയത്, എന്ത് പറ്റിയെന്ന് നോക്കുമ്പോൾ ചാർലി ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് പെരുമാറുന്നുണ്ട്. ആ സമയം കഴിഞ്ഞ ദിവസം ഇതെല്ലാം റേസ് കഴിഞ്ഞ് വന്നപ്പോൾ വില്ലിയും ബേബിയും സംസാരിക്കുകയും വില്ലി ഫ്ലേർട്ട് ചെയ്യുകയൊക്കെ ചെയ്തല്ലോ, അതിൻ്റെ ദേഷ്യമാണ്. അത് ബേബിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ബേബി എനിക്ക് വില്ലിയുടെ അടുത്ത് ഒന്നുമില്ല, നീ അതൊന്ന് വിട്ട് കളയാനായിട്ട് പറയുന്നുണ്ട്. ചാർലി അപ്പോൾ പിന്നെ എന്തിനാ അവൻ നീയായിട്ട് ഫ്ലേർട്ട് ചെയ്യുന്നത്, നീ എന്തിനാ അവൻ്റെ അടുത്ത് സംസാരിച്ചെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ അവൻ എന്തിനാ എന്നെ റേസിൽ ഇങ്ങനെ ജയിപ്പിച്ചത് എന്ന് ചോദിക്കാനായിട്ടാണ്. കാരണം അവൻ ജയിപ്പിച്ചിട്ട് ജയിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമില്ല, എനിക്ക് എൻ്റെ സ്വന്തം കഴിവ് വെച്ച് ജയിക്കണമെന്നാണ് ആഗ്രഹമെന്ന് പറയുന്നുണ്ട്. ചാർലി അപ്പോൾ ഓക്കെ എന്നിങ്ങനെ പറഞ്ഞിട്ട് വീണ്ടും മൈൻഡില്ലാതെ പോകുന്നുണ്ട്. എന്നാൽ ബേബി ആണെങ്കിൽ ചാർലിനെ തടങ്ങിയിട്ട് ചാർലി എനിക്കാണെങ്കിൽ നീ അല്ലാതെ വേറെ ആരുമില്ല, അക്കാര്യത്തിൽ ഞാൻ പ്രോമിസ് തരുക, വില്ലിയാണെങ്കിൽ
എൻ്റെ മൈൻഡിൽ പോലുള്ള ഒരാളല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ചാർലി, പിന്നെ നീയും വില്ലി എന്തിനാ ഒരുമിച്ച് ഫോട്ടോ എടുത്തത്? അന്ന് അവൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ബേബി ആണെങ്കിൽ അത് ഞാൻ ഫോട്ടോ എടുത്തതല്ല, അവനെന്നെ പിടിച്ച് നിർത്തി ഫോട്ടോ എടുത്തതാ, അല്ലാണ്ട് ഞാനായിട്ട് ചെയ്തതല്ല എന്നൊന്ന് വിശ്വസിക്കാനായിട്ട് പറയുന്നുണ്ട്. ചാർലി അങ്ങനെ അവൻ്റെ പിണക്കമൊക്കെ മാറ്റിയിട്ട് ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വീണ്ടും കെൻറ്റേനെയാണ്. ഇപ്പോൾ കെൻറ്റയാണെങ്കിൽ തിരിച്ച് ഇങ്ങോട്ടേക്ക് കിമ്മിൻ്റെ വീട്ടിലേക്ക് വരുന്നതായിരിക്കാം. പക്ഷേ അവിടെ വെച്ചിട്ട് ടോണിയുടെ ആൾക്കാർ ഇവനെ കാണുന്നുണ്ട്. അവനെ ആണെങ്കിൽ ക്യാച്ച് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. അവൻ എങ്ങനെയൊക്കെ എസ്കേപ്പ് ആവാൻ ശ്രമിക്കുന്നുണ്ട്, എന്നാൽ പറ്റുന്നില്ല. അവിടെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു, എല്ലാവരും അവനെ വളയുന്നുണ്ട്. പക്ഷേ കറക്റ്റ് ടൈമിന് അങ്ങോട്ടേക്ക് കിമ്മാണെങ്കിൽ അവൻ്റെ വണ്ടിയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉടനെ തന്നെ കെൻറ്റേനെ അവൻ്റെ കാറിൽ കയറ്റിയിട്ട് അവരവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നുണ്ട്. അങ്ങനെ വേറൊരു സ്ഥലത്ത് എത്തിയിട്ട് കാറ് പാർക്ക് ചെയ്ത ശേഷം കിമ്മ് കെൻറ്റേൻ്റെ അടുത്ത്, എൻ്റെ അടുത്ത് പറയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ നിൻ്റെ അടുത്ത് ആരാ പറഞ്ഞത്? ഇപ്പോൾ ടോണി എങ്ങനെ നിന്നെ പിടിച്ചിരുന്നെങ്കിൽ നിൻ്റെ കാര്യം ഇതോടെ തീരുമായിരുന്നില്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. കെൻ്റെ ആണെങ്കിൽ ഞാനിപ്പോൾ ടോണിയുടെ കുറേ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനായിട്ട് പോയതാണ്, അതൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ നീ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നില്ലായിരുന്നെങ്കിലും ഞാനാണെങ്കിൽ സ്വയം രക്ഷപ്പെടുമായിരുന്നു എന്നിങ്ങനെ പറയാണ്. അത് കേൾക്കുമ്പോഴത്തേക്കും കിമ്മാണെങ്കിൽ ഒരാൾ ഹെൽപ്പ് ചെയ്യുമ്പോൾ അതിന് താങ്ക്സ് എങ്കിലും പറയാനായിട്ട് പഠിക്കാൻ പറയുന്നുണ്ട്. കെൻ്റെ അങ്ങനെ ഓക്കെ താങ്ക് യു എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് തന്നെ ഒരു സ്ഥലം വരെ കൊണ്ടുപോകുമെന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് വീണ്ടും സീൻ കട്ടായിട്ട് കാണിക്കുന്നത് ടോണിനെയാണ്. ടോണി ഇപ്പോൾ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അയാളുടെ അടുത്തേക്ക് വിന്നർ വന്നിട്ട് നമ്മുടെ CS കമ്പനിയിലേക്ക് ഒരാൾ കയറിയിട്ടുണ്ട്, ഇതാണ് അതിൻ്റെ വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫോണിൽ എന്തോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് മറ്റാരും ആയിരുന്നില്ല, നമ്മുടെ കെൻറ്റ തന്നെയാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കെൻറ്റേനെ നേരത്തെ ടോണിയുടെ ആൾക്കാർ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചല്ലോ, അത് അവനാണെങ്കിൽ ആ CS കമ്പനിയിൽ ഒറ്റയ്ക്ക് കയറി ചെന്നതുകൊണ്ടായിരുന്നു. കാരണം അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അവനാണെങ്കിൽ ഇൻഫർമേഷൻ അന്വേഷിച്ച് വന്നതാണെന്ന്. കാരണം കുറച്ചുകൂടെ നമ്മൾ കണ്ടതാണ് പീറ്റാണെങ്കിൽ കെൻറ്റയുടെ അടുത്ത് പറയുന്നത്, അതായത് കഴിഞ്ഞ 3 മാസമായിട്ട് CS കമ്പനിയിലേക്ക് ആ ഒരു മരുന്ന് കെമിക്കൽ സപ്ലൈ ചെയ്യുന്നുണ്ടെന്ന്. അതുകൊണ്ട് തന്നെയാണ് അവൻ അങ്ങോട്ടേക്ക് കയറി ചെന്നത്. പീറ്റാണെങ്കിൽ ഇപ്പോൾ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടും അവനത് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു സംഭവിച്ച കാര്യം ഇപ്പോൾ ടോണിയുടെ അടുത്ത് വിന്നർ പറഞ്ഞു കൊടുക്കുമ്പോൾ ടോണിയാണെങ്കിൽ അവൻ എത്ര കിട്ടിയാലും അവൻ പഠിക്കത്തില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം വിന്നറാണെങ്കിൽ നിങ്ങൾക്ക് ബേബേനെ തിരിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണ്ടേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ടോണിയാണെങ്കിൽ ഇപ്പം വേണ്ട, അവനാണെങ്കിൽ ഇപ്പോൾ ഉള്ളിടത്ത് നിന്ന് തന്നെ കഷ്ടപ്പെടുന്നതാണ് എനിക്ക് കാണേണ്ടത് എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പീറ്റിൻ്റെ വീട്ടിൽ അവനും ക്രിസും കൂടെ ആയിട്ട് ഇൻറ്റിമേറ്റ് ആവുന്നതാണ്. ഇപ്പോൾ നൈറ്റ് ടൈം ആയിട്ടുണ്ടായിരുന്നു. ആ ടൈമിലാണ് അങ്ങോട്ടേക്ക് കിമ്മും കെൻറ്റയും വരുന്നത്. അവർ നോക്കുമ്പോഴത്തേക്കും ഇവരിങ്ങനെ ഇൻറ്റിമേറ്റ് ആവുന്ന കാണുന്നുണ്ട്. പെട്ടെന്ന് തന്നെ പീറ്റ് ഇവരെ ശ്രദ്ധിച്ചിട്ട് അവരുടെ അടുത്തേക്ക് ചെല്ലാണ്. എന്നാൽ അതേ ടൈമിന് കെൻറ്റയാണെങ്കിൽ വിഷമിച്ച് നിൽക്കുമായിരുന്നു. കാരണം സീസൺ 1 കണ്ടവർക്കറിയാം കെൻറ്റയ്ക്ക് പീറ്റിനെ ഇഷ്ടമാണെന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ക്രിസിൻ്റെ അവിടെ കാണുമ്പോഴത്തേക്കും ഇവരൊരുമാതിരി ആവുന്നുണ്ട്. അതേ ടൈമിന് പീറ്റ് അത് മനസ്സിലാക്കുന്നില്ല, നോർമലായിട്ട് വന്നിട്ട് ഇവനോട് സംസാരിക്കുന്നുണ്ട്. ആ സമയത്തെല്ലാം അവൻ പറയുന്നുണ്ട്, ഞാനിതെല്ലാം CS കമ്പനി കയറി അവിടെ നിന്ന് എനിക്കൊരു ഹാർഡ് ഡിസ്ക് പോലത്തെ ഈ ഒരു സംഭവം കിട്ടി, ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടാവാൻ ചാൻസ് കാണുമെന്ന് പറഞ്ഞിട്ട് പീറ്റിൻ്റെ കയ്യെ സംഭവം കൊടുക്കുന്നുണ്ട്. പീറ്റപ്പോൾ നീ ഇതുപോലെ ഒറ്റയ്ക്കൊന്നും പോയി ഒന്നും ചെയ്തേക്കല്ലേ, ടോണി എങ്ങനെ നിന്നെ പിടിച്ചാൽ എന്ത് ചെയ്യും, നീ എന്തെങ്കിലും ചെയ്തതിനും എൻ്റെ അടുത്ത് ഉറപ്പായിട്ടും പറയണം, എനിക്ക് നിന്നെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ കേൾക്കുമ്പോഴും അവൻ്റെ മനസ്സിൽ പീറ്റും ക്രിസും ഇൻറ്റിമേറ്റ് ആവുന്നത് കണ്ടതിൻ്റെ ആ ഒരു ദേഷ്യം തന്നെയാണ്. അവൻ്റെ മുഖം കാണുമ്പോഴത്തേക്കും എന്തോ കാര്യമുണ്ടെന്ന് കിമ്മിന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് കിമ്മ് കെൻറ്റേനെയും കൊണ്ട് നേരെ വീട്ടിൽ പോകുന്നതിന് പകരം മറ്റെങ്ങോട്ടോ ചെല്ലുകയാണ്. എന്നിട്ട് അവിടെ വെച്ചിട്ട് അവർ രണ്ടുപേരും ഇങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ടൈമിന് കിമ്മ് ചോദിക്കുന്നുണ്ട്, നിനക്ക് പീറ്റിന് ഇഷ്ടമാണോ എന്ന്. ആ സമയം ആ ഒരു വിഷയം വിട്ടുകളയാനായിട്ട് കെൻറ്റ ആണെങ്കിൽ ആരെ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം നിനക്ക് അവൻ ഇഷ്ടമാണല്ലേ, എങ്കിൽ പിന്നെ അതങ്ങ് തുറന്ന് പറയാതെ എന്തേ, നീയാണെങ്കിൽ തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിനക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നതെന്ന് അവനും മനസ്സിലായേനെ, ഒരു പക്ഷേ നിങ്ങൾ ഒന്നിക്കുകയും ചെയ്തേനെയല്ലോ എന്നിങ്ങനെ പറയാണ്. ആ ടൈമിന് കെൻറ്റ എനിക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് അവന് നന്നായിട്ട് അറിയാം, പക്ഷെ അവന് അത് എൻ്റെ അടുത്ത് തിരിച്ച് തോന്നുന്നില്ല. അതാണ് റീസൺ. എൻ്റെ ലൈഫിൽ ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് കൂടെ ഉണ്ടായിരുന്ന രണ്ട് ആൾക്കാർ, ഒന്ന് ടോണിയും മറ്റത് പീറ്റുമാണ്. പീറ്റിനും എൻ്റെ അടുത്ത് സ്നേഹം തോന്നിയിട്ടില്ല, ടോണിയും എന്നെ ഒരിക്കൽ പോലും ശരിക്കും മോനെ പോലെ എന്നെ സ്നേഹിച്ചിട്ടുമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം കിമ്മാണെങ്കിൽ നീ അതോർത്ത് വിഷമിക്കണ്ട, നിന്നെ സ്നേഹിക്കുന്ന ഒരാൾ ഉടനെ തന്നെ നിൻ്റെ ലൈഫിലേക്ക് വരും, നീ അതോർത്ത് വിഷമിക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം ബേബിയാണെങ്കിൽ ഗ്യാരേജിൽ ഇരുന്നുകൊണ്ട് വില്ലിയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് എടുത്ത് നോക്കുന്നതാണ്. കാരണം അവനാണെങ്കിൽ വില്ലിയുടെ മേലിൽ എന്തോ ഒരു കാര്യത്തിന് എന്തോ സംശയമുണ്ട്. പിന്നീട് അവർക്കാണെങ്കിൽ ആ ഒരു റേസിങ്ങിൻ്റെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബേബിയും ചാർലിയും നോർത്ത് നിൽക്കുന്ന ടൈമിനും ചാർലി അവിടെ നിന്ന് പോയ ടൈമിന് പെട്ടെന്ന് ബേബി അവൻ്റെ ഫോൺ എടുത്ത് നോക്കുന്നുണ്ടെന്തോ. പക്ഷേ ചാർലി തിരിച്ചു വരുന്നതും ഒന്നും ഇല്ലാത്ത പോലെ ഫോൺ തിരിച്ചു വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നുണ്ട്. അത് ചാർലിയും ശ്രദ്ധിക്കുന്നുണ്ട്. ചാർലിക്കും എന്തോ ഡൗട്ട് വരുന്നുണ്ട്. പിന്നീട് അതൊക്കെ കഴിഞ്ഞിട്ട് ബേബി ആണെങ്കിൽ ജിമ്മിൽ പോകാനായിട്ട് വരുന്നുണ്ട്. അങ്ങനെ അവിടെ എത്തുമ്പോഴത്തേക്കും ഇതുപോലെ ചാർലി കോൾ ചെയ്യുന്നുണ്ട്. ബേബി ഞാൻ വരാനായിട്ട് ലേറ്റ് ആവും എന്നൊക്കെ പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്ത് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അവിടെയാണെങ്കിൽ വില്ലി ഉണ്ടായിരുന്നു. ഇവൻ വില്ലീനെ മീറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ വന്നതാണ്. അവിടെ ഇപ്പോൾ ഇവൻ നേരെ പോകുന്നത്
സ്വിമ്മിംഗ് പൂളിൻ്റെ ഏരിയയിലായിരുന്നു. അവിടെ ഓൾറെഡി വില്ലി ഉണ്ടായിരുന്നു. ബേബേനെ കാണുമ്പോൾ വില്ലിയാണെങ്കിൽ ഓ നീ ഇവിടെ വരെ വന്നോ, നീ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നുണ്ട്. വില്ലിയാണെങ്കിൽ എന്നിട്ട് ബേബേയുടെ അടുത്തേക്ക് എഴുന്നേറ്റ് വരുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഇപ്പോൾ സ്വിമ്മിംഗ് പൂൾ ഏരിയയിലായതുകൊണ്ട് തന്നെ ടവല് മാത്രമായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വില്ലി അതേ ടൈമിന് ബേബേയുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും ബേബേയുടെ കയ്യിൽ ചാർലി ഇട്ട് കൊടുത്ത ആ ഒരു മോതിരം ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഓ നീ എന്നെ കാണാൻ വന്നപ്പോഴത്തേക്കും ആ മോതിരം വരെ അഴിച്ചു വെച്ചോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ബേബേ ആണെങ്കിൽ ചാർലിയുടെ അടുത്തേക്ക് ക്ലോസ് ആയി നിന്നിട്ട് അവനെ കിസ് ചെയ്യാൻ പോകുന്ന തന്നെ നിന്നിട്ട് അവൻ്റെ അടുത്ത് പറയുന്നുണ്ട് അത് പിന്നെ ആരാ ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് വില്ലിയായിട്ട് നന്നായിട്ട് ഫ്ലേർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ വില്ലിക്ക് അത് ബേബിയുടെ അഭിനയമാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബേബേനെ അവൻ ക്ലോസ് ആയിട്ട് ഇറുക്കി പിടിച്ച് വെച്ചിട്ട് നീയാണെങ്കിൽ അഭിനയിക്കുന്നതാണെന്നും നിനക്ക് വേറെന്തോ നേടാനായിട്ടാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നും എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. നീയാണെങ്കിൽ നിനക്ക് എന്താ വേണ്ടതെന്ന് അങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് പറയാനായിട്ട് പറയുമ്പോൾ ബേബയാണെങ്കിൽ നിനക്കും ശരിക്കും എന്തോ ഒരു പവറില്ലേ, എനിക്കതാണ് അറിയേണ്ടതെന്ന് പറയുമ്പോഴത്തേക്കും വില്ലി ആ ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാണോ നീ ഇത്രയും കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്തതെന്നിങ്ങനെ ചോദിച്ചിട്ട് ബേബേനെ ചുമരിലേക്ക് കൊണ്ട് ചേർത്ത ശേഷം ബേബേരെ ടവല് അവർ റിമൂവ് ചെയ്യുന്നുണ്ട്. ബേബയാണെങ്കിൽ തടയാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു, എന്നാൽ പറ്റുന്നില്ല. ഇതേ സമയം ബേബയുടെ പെരുമാറ്റത്തിൽ അന്നത്തെ ദിവസം എന്തൊക്കെയോ ഡൗട്ട് വന്നുകൊണ്ട് തന്നെ ചാർലി അവനെ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ചാർലി വന്ന് കയറുന്നതും കാണുന്നത് ഇതുപോലെ തന്നെ വില്ലിയാണെങ്കിൽ ബേബയുടെ ടവൽ ഇങ്ങനെ റിമൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ തന്നെ എന്തോ ഇവർ തമ്മിലുണ്ടെന്ന് ചാർലി അങ്ങ് വിശ്വസിക്കുന്നുണ്ട്. ചാർലിനെ അവിടെ വെച്ച് കാണുമ്പോഴത്തേക്കും ബേബിയും ഷോക്കാവുന്നുണ്ട്. അങ്ങനെ അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് എൻഡ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ ബൈ.